قال الله تعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم لا يغرنك تقلب الذين كفروا في البلاد متاع قليل ثم مأواهم جهنم وبئس المهاد صدق الله العظيم. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ചത് പ്രകാരം ജീവിതത്തിലുടനീളം തഖ്വ ഉള്ളവരായിരിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമേ തന്നെ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തെമ്പാടുമുള്ള സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാർക്ക് അല്ലാഹു ഇസ്സത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. വിശുദ്ധ ഖുദ്സിന്റെ മോചനത്തിനായി ഒരുക്കൊണ്ടിരിക്കുന്നവർക്ക് അല്ലാഹു വിജയം എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ള സമുദായ സമൂഹ ഈ ഉമ്മത്ത് ഇതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അങ്ങേയറ്റത്തെ സുഖ സൗകര്യങ്ങളിൽ നമ്മളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശക്തി, ആദർശപരമായിട്ടുള്ള ശക്തി, അത് ക്ഷയിച്ചു പോകുന്നുണ്ടോ എന്നതിനെ കുറിച്ച് നാം ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അറബ് മുസ്ലിം രാജ്യങ്ങൾ മുതൽ നാം ജീവിക്കുന്ന കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ ജീവിത അവസ്ഥ വരെ നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ വലിയ ഗൗരവമേറിയിട്ടുള്ള ഒരു ചിന്തയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത്. നമുക്ക് ഇടയിലുള്ള ചർച്ചകൾ എന്തൊക്കെയാണ്? നമ്മുടെ ആദർശവുമായി ബന്ധപ്പെട്ട്, പരലോകവുമായി ബന്ധപ്പെട്ട് നമ്മൾ എത്രത്തോളമാണ് ചിന്തിക്കാറുള്ളത്? നമുക്ക് എത്രത്തോളമാണ് നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ബോധമുള്ളത് എന്നൊക്കെ പരിശോധിച്ചു നോക്കേണ്ടതാണ്. ഇടക്കിടക്ക് ഇത്തരത്തിലുള്ള ആത്മപരിശോധന വ്യക്തികളും സമൂഹവും ഒക്കെ നടത്തണം. നമ്മുടെ മുസ്ലിം സംഘടനകൾ മൂപ്പിളമ തർക്കത്തിലാണുള്ളത്. ആരാണ് മൂത്തത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചർച്ച. ആർക്കാണ് ആധികാരികതയുള്ളത് എന്നുള്ളതിനെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമസ്തയുടെ വാർഷികം ആഘോഷിക്കുമ്പോൾ ശരിക്കും ഏത് വിഭാഗത്തിനാണ് 100ാം വാർഷികം ആചരിക്കാൻ അവകാശമുള്ളത്? ഇങ്ങനെയുള്ള ചർച്ചകളിലും തർക്കങ്ങളിലും സംവാദങ്ങളിലും അതുപോലെ തന്നെ സംഘടനകളുടെ, സ്ഥാപനങ്ങളുടെ ഒക്കെ ഉടമസ്ഥത ആർക്കാണ്? അതിലൊക്കെ വലിയ പാരമ്പര്യമുള്ളത് ആർക്കാണ്? ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകളാണ്. എന്നാൽ ഇതിന്റെ ഒരു മറുവശം എന്താണ്? ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഈ ഉമ്മത്ത് വലിയ തോതിൽ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഈ രാജ്യം അതിന്റെ 74ാം റിപ്പബ്ലിക്കാണ് ഈ വരുന്ന ദിവസം 26ാം തീയതി, അടുത്ത വെള്ളിയാഴ്ച നമ്മുടെ രാജ്യത്തിന്റെ 74ാം റിപ്പബ്ലിക് ദിനമാണ്. ഈ രാജ്യത്തെ നിർമ്മിച്ച ഇതൊരു ജനാധിപത്യ രാജ്യമാണ്, സ്വതന്ത്ര പരമാധികാര രാജ്യമാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ രാജ്യത്തെ നിർമ്മിച്ച ഒരു സമുദായമാണ് മുസ്ലിം സമുദായം എന്ന് പറയുന്നത്.
ഇതിങ്ങനെയൊക്കെ ആയിത്തീർന്നത് യഥാർത്ഥത്തിൽ വിശ്വാസികളായിട്ടുള്ള നമ്മുടെ മുൻഗാമികളുടെ കഠിനതരമായ പോരാട്ടമാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരമായാലും അതിനു മുമ്പേ തന്നെയുള്ള ഇടപെടലുകളായാലും നമ്മുടെ രാജ്യത്ത് കേരളത്തിലൊക്കെ വളരെ ശക്തി പ്രാപിച്ചിരുന്ന ഖിലാഫത്ത് പ്രസ്ഥാനമായിരുന്നാലും സ്വാതന്ത്ര്യ പോരാട്ടങ്ങളായിരുന്നാലും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഏറ്റവും ശക്തമായ സമരമുറകൾ അതൊക്കെ വിശ്വാസത്തിന്റെ തന്നെ ഭാഗമായി പള്ളി മിമ്പറുകളിൽ നിന്നുള്ള ആഹ്വാനം കേട്ടുകൊണ്ട് ഷഹാദത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിച്ച ആളുകളാണ് ഈ രാജ്യത്തെ എങ്ങനെ ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ രാജ്യത്ത് നിർമ്മിച്ച ഒരു സമുദായം. മറ്റ് മതക്കാരെ സംബന്ധിച്ചിടത്തോളം അവര് സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതൊന്നും അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടല്ല. ഏതൊരാൾക്കും അയാൾ പിറന്ന മണ്ണിൽ ആ രാജ്യത്തിന്റെ കാര്യത്തിൽ താല്പര്യം ഉണ്ടാവും എന്നുള്ള നിലയിലാണ് വിശ്വാസത്തിന്റെ ഭാഗമായിക്കൊണ്ട് പരലോകമോക്ഷം നിയ്യത്ത് ചെയ്തുകൊണ്ട് ഈ രാജ്യത്ത് നിന്ന് സാമ്രാജ്യത്വത്തെ കെട്ടുകെട്ടിക്കാൻ ഇറങ്ങിയ ഏക സമുദായം അത് മുസ്ലിം സമുദായം. അങ്ങനെ ഈ രാജ്യത്തെ നിർമ്മിച്ച സമുദായമാണ്. പക്ഷേ ഇത്തവണ 26-ാം തീയതി ആകുന്നതിന് മുമ്പ് ഒരു 22-ാം തീയതി ഉണ്ട്. അത് നമ്മുടെ അസ്തിത്വത്തെയും വ്യക്തിത്വത്തെയും ഈ രാജ്യത്തിന്റെ മതേതരമെന്നും ജനാധിപത്യമെന്നുമൊക്കെ അഭിമാനത്തോടെ പറയപ്പെടുന്ന എല്ലാ കാര്യങ്ങൾക്കും നേരെയുള്ള വലിയ പരിഹാസവും വെല്ലുവിളിയുമായി കൊണ്ടാണ് 22-ാം തീയതി കടന്നു വരുന്നത്. ഈ രാജ്യം ഭരിക്കുന്ന ഫാസിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം സുന്നി മുജാഹിദ് വിഷയമൊന്നുമില്ല. അവർക്ക് ഷാഫി, ഹനഫി, മാലിക്കി, ഹംബലി പ്രശ്നമൊന്നുമില്ല. അവർക്ക് മാത്രമല്ല, ലോകത്ത് ഇസ്രയേൽ, അമേരിക്ക അച്ചുതണ്ട്. ഇസ്രയേലും അമേരിക്കയും നേതൃത്വം നൽകുന്ന ലോക പൈശാചികമായ ഭരണകൂടത്തിന് എന്ത് സുന്നി ഷിയ പ്രശ്നം. ഹമാസ് സുന്നി ആയാലും ഷിയ ആയാലും, ഹിസ്ബുള്ള സുന്നി ആയാലും ഷിയ ആയാലും, ഫലസ്തീനി ഏത് വിഭാഗക്കാരനും മതവിഭാഗക്കാരനുമായാലും അവരുടെ മുമ്പിൽ ഇതൊന്നുമില്ല. പണ്ട് കിടങ്ങിന്റെ ആളുകൾ അസ്ഹാബുൽ ഹുദൂദ് എന്നാണ് ഖുർആൻ അവരെ കുറിച്ച് പറഞ്ഞത്. കിടങ്ങിന്റെ ആൾക്കാർ. അങ്ങനെ ഖുർആൻ പല ആളുകളെയും വിശേഷിപ്പിച്ചിട്ടുണ്ട്. ആനക്കാരെ നാട്ടുകൂട്ടെ കുറിച്ച് പറഞ്ഞു. അസ്ഹാബുൽ ഫീൽ, ആന പടയുമായിട്ട് വന്ന ആൾക്കാർ. എന്താണ് അവരെ ചെയ്തത് എന്ന് നീ കണ്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഖുർആൻ. അതുപോലെ അസ്ഹാബുൽ ഹുദൂദ്, കിടങ്ങുകളുടെ ആളുകൾ. അവര് വലിയ കിടങ്ങുണ്ടാക്കി അതിൽ നിറയെ വിറകിട്ട് കത്തിച്ച് ആളിക്കത്തുന്ന ആ കിടങ്ങിലേക്ക് വിശ്വാസികളെ എടുത്തെറിയ. അപ്പോ പച്ച ശരീരം അതാ തീയിൽ പെട്ട് പൊട്ടിത്തെറിച്ച് വെന്ത് കത്തിച്ചാമ്പലാകുന്നത് അവരാ കിടങ്ങുകളുടെ അരികിൽ ഇരുന്ന് കണ്ടു രസിക്കുകയായിരുന്നു എന്നാണ്. അങ്ങനെ അവരത് കണ്ട് രസിക്കുകയായിരുന്നു. എന്താണ് ഈ മുഅ്മിനീങ്ങൾ ചെയ്തത്? അള്ളാഹു പറയാണ്, അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നതല്ലാത്ത. അതൊരു തെറ്റാണെങ്കിൽ അത് തെറ്റാവൂല. പക്ഷെ അത് തെറ്റായിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ ആ തെറ്റല്ലാത്ത ഒന്നും അവർ ചെയ്തിട്ടില്ല. ബിൽഖീസ് ബാനു ചെയ്ത തെറ്റെന്താണ്? ഏതെങ്കിലും ആരെയെങ്കിലും പോയി അവര് കടന്നാക്രമണം നടത്തിയോ? അവരേതെങ്കിലും ഓഫീസിന് തീയിട്ടോ? ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ആ ഒരു സ്ത്രീ അനുഭവിച്ചു തീർത്ത, ഒരുപാട് ജന്മങ്ങൾ കൊണ്ട് അനുഭവിച്ചു തീർക്കേണ്ടുന്നത് ആ ഒരു സ്ത്രീ ഒറ്റക്ക് അനുഭവിച്ചു തീർത്തത് നമുക്കറിയാം.
അവരെ ബലാത്കാരം നടത്തിയ ആളുകളെ ഒരു സമയം നീതിപീഠം വെറുതെ വിട്ടപ്പോ അവരെ സ്വീകരിക്കാനും മാലയിട്ട് കൊടുക്കാനും അവരെ കൊണ്ടു നടക്കാനും ആളുണ്ടായി എന്നതും നമ്മൾ കണ്ടതാണ്. കൈകൂപ്പി ഇങ്ങനെ നിന്ന ഖുത്ബുദ്ദീൻ അൻസാരി ആരെയെങ്കിലും ഉപദ്രവിച്ചുവോ? ആരെയും ഉപദ്രവിച്ചിട്ടില്ല. ബാബരി മസ്ജിദിന്റെ ഷഹാദത്ത്, ആ ബാബരി മസ്ജിദ് ഏതെങ്കിലും ഒരു ക്ഷേത്രം പൊളിച്ചുണ്ടാക്കിയതാണ് എന്ന വാദം തെറ്റാണ് എന്ന് നമ്മുടെ പരമോന്നത നീതിപീഠം തന്നെ പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല. എന്നിട്ടും അതിന് കിട്ടിയത് ഷഹാദത്താണ്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഏതാണ് ഗ്രൂപ്പ്? നിങ്ങളുടെ സംഘടന ഏതാണ്? നിങ്ങളിൽ ആരാണ് മൂത്തത്, ആരാണ് ഇളയത്? ഇതൊന്നുമല്ല പ്രശ്നം. ഇവിടെ ആ ഒരു പ്രശ്നമുള്ളൂ. ആ പ്രശ്നം മനുഷ്യരെ അടിമകളാക്കി ജാതിയായി തിരിച്ച് അത്തരം ഉച്ചനീചത്വങ്ങൾ നാട്ടിൽ നടപ്പാക്കിയിട്ട് മൊത്തം ജനങ്ങളുടെ വിഭവങ്ങളെ കൊള്ള ചെയ്തുകൊണ്ട് ഭരിച്ചു മുന്നോട്ടു പോകാൻ ഒരു വിഭാഗം ശ്രമിക്കുമ്പോ അങ്ങനെ മനുഷ്യൻ തട്ടുകളായി തിരിക്കേണ്ടവരല്ല, തിരിക്കപ്പെടേണ്ടവരല്ല. ജാതിയിൽ താഴ്ത്തപ്പെട്ടവരും ഉയർന്നവരുമില്ല. നിറത്തിന്റെയോ വർണ്ണത്തിന്റെയോ വംശത്തിന്റെയോ കാര്യത്തിൽ മനുഷ്യർക്കിടയിൽ അങ്ങനെ തട്ടുകളായി തിരിക്കാൻ പാടില്ല. ചീർപ്പിന്റെ പല്ല് പോലെ സമന്മാരാണ് മനുഷ്യർ എന്ന് പഠിപ്പിക്കുന്ന ഈ ആദർശമാണ് പ്രശ്നം. ഖുർആനാണ് പ്രശ്നം, ഹദീസാണ് പ്രശ്നം, പ്രവാചക ചര്യയാണ് പ്രശ്നം, അഥവാ ഇസ്ലാം മുസ്ലിം എന്നതാണ് പ്രശ്നം. ഇങ്ങനെ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ആ സന്ദർഭത്തിലാണ് ഞാൻ പറഞ്ഞത്, ഭിന്നിപ്പിന്റെ വഴികളെ വീണ്ടും വീണ്ടും വലിയ കോലുകൾ ഇട്ടുകൊണ്ട് വീണ്ടും വീണ്ടും വിടവുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന നിർഭാഗ്യകരമായ ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. പക്ഷെ ഈ സുഖലോലുപതയുണ്ടല്ലോ, നമുക്കിപ്പോ സമ്മേളനമൊക്കെ നടത്തണമെങ്കിൽ വലിയ വലിയ മല പോലുള്ള സൗണ്ട് സിസ്റ്റം വെക്കാൻ ഉമ്മത്തിന്റെ കയ്യിൽ പണമുണ്ട്. നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളുടെയും പരിപാടികൾ സംഘടിപ്പിക്കാൻ നമ്മുടെ കയ്യിൽ പണമുണ്ട്. എല്ലാവറ്റിനും നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആഘോഷത്തോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് സുഖമായിരിക്കാൻ പറ്റുന്ന പള്ളികളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഈ സുഖലോലുപത യഥാർത്ഥത്തിൽ തന്നെ നമ്മൾ ആരാണ് എന്ന് നമ്മെ മറപ്പിച്ചു കളയുന്നുണ്ടെങ്കിൽ ഇത് വലിയ ഗുരുതരമായ ഒരു പരീക്ഷണം തന്നെയാണ്. അങ്ങനെ വരുമ്പോ നമുക്ക് വേറെ ചില പരീക്ഷണങ്ങൾ നേരിടേണ്ടതായി വരും. അപ്പോൾ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സന്തോഷമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ തീയിൽ വെച്ച് പഴുപ്പിച്ച് അടിച്ച് അങ്ങനെയാണ് ആയുധത്തിന് മൂർച്ച കൂട്ടുക. ആദർശം യഥാർത്ഥത്തിൽ തന്നെ ശക്തിപ്പെടാൻ, സ്വർഗാവകാശികളായി മാറാൻ. സ്വർഗം ഒരു അവകാശമാണ്, അതെല്ലാവർക്കും കിട്ടുന്ന ഒരു അവകാശമല്ല. സ്വർഗം എന്ന് പറയുന്നത് ഒരു അവകാശമാണ്. ആ അവകാശം എല്ലാവർക്കും ലഭിക്കുകയില്ല. അതിന് യോഗ്യതയുള്ളവർക്കാണ് അതിന്റെ അവകാശം ലഭിക്കുക. ആ അവകാശം നേടിയെടുക്കാൻ അത്തരം പരീക്ഷണങ്ങളിലൂടെ ഒരുപക്ഷെ നമ്മൾ കടന്നു പോകേണ്ടതായി വരും. അല്ലാഹു പറഞ്ഞല്ലോ, അസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൻ ലക്കും വഅസാ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൻ ലക്കും. നിങ്ങൾക്ക് വെറുപ്പുള്ള കാര്യം ഒരുപക്ഷെ അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾക്ക് നല്ലതായി തോന്നുന്ന കാര്യങ്ങൾ ഉണ്ടാകാം, ചിലപ്പോൾ അതായിരിക്കും നിങ്ങൾക്ക് മോശപ്പെട്ടതായി തീരുക. യുദ്ധത്തെ കുറിച്ചൊക്കെ പറയുമ്പോഴാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏൽക്കുന്ന അടി, പരിക്ക്, അതൊക്കെ പ്രത്യക്ഷത്തിൽ വലിയ വിഷമമായിട്ട് തോന്നുമെങ്കിലും അതൊക്കെ നന്മയ്ക്കു വേണ്ടി, ഗുണത്തിനു വേണ്ടി, വരാനിരിക്കുന്ന ഒരു വലിയ വിജയത്തിന് വേണ്ടി ആയിരിക്കാം. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ.
അള്ളാഹു അറിയുന്നു, നിങ്ങളോ അറിയുന്നില്ല. ഇനി എന്താണ് വരാനിരിക്കുന്നത് എന്നതിനെ കുറിച്ച് നിങ്ങൾക്കറിയില്ല, അള്ളാഹുവിനാണ് അറിയുക. അതുകൊണ്ട് ലാ യഗുറന്നക തഖല്ലുബുൽ ലദീന കഫറൂ ഫിൽ ബിലാദ്, നാടൊട്ടുക്കുമുള്ള സത്യനിഷേധികളുടെ ഈ വിളയാട്ടമുണ്ടല്ലോ, അത് നിന്നെ വഞ്ചിതനാക്കേണ്ടതില്ല. എല്ലാവരും അക്ഷരം സ്വീകരിക്കാനുള്ള ക്യൂവിലാണ്, എല്ലാ സെലിബ്രിറ്റികളും എല്ലാവരും വരി നിൽക്കുകയാണ്, ഞങ്ങളുണ്ട് ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞു. എന്തിന്? ഈ രാജ്യം ദീർഘകാലമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തീരാ ദുരിതം, ഒരു വലിയ അഗ്നിബാധ. നേരത്തെ പറഞ്ഞതുപോലെ കിടങ്ങ് കുഴിച്ചിട്ട് അതിൽ വിറക് കൂട്ടി തീയിടുന്ന സാഹചര്യം. അതിൽ എന്റെ വക കൂടി ഒരു വിറക് കൊള്ളി എന്ന് പറയാണ് സിനിമാ നടന്മാര്, വലിയ വലിയായിട്ട് മറ്റിതര പ്രശസ്തരായ ആൾക്കാർ, രാഷ്ട്രീയക്കാർ, വലിയ വലിയ ബിസിനസിന്റെ ആൾക്കാർ. ഞങ്ങളെ ഒരു കൊള്ളി കൂടി ഇതാ, ആളി കത്തിക്കൊണ്ടിരിക്കുന്ന തീക്ക് ഒരു കൊള്ളി ഞങ്ങളുടേതും കൂടി. പടച്ചോനെ, അയാളും അങ്ങനെ ചെയ്തോ, അവരും പോയോ? അങ്ങനെ നിങ്ങൾ വിചാരിക്കേണ്ട. അങ്ങനെ സത്യനിഷേധികളുടെ വിളയാട്ടം കണ്ട്, അവരുടെ ഈ ആളിക്കത്തിക്കൽ കണ്ട്, അതൊന്നും കണ്ട് നിങ്ങൾ വഞ്ചിതരാകേണ്ടതില്ല. മതാഉൻ ഖലീൽ, അതൊക്കെ ഒരു കുറഞ്ഞ കാലത്തേക്കുള്ള ഏതാനും ചില പരിപാടികളാണ്. അതൊക്കെ ഒരു കുറഞ്ഞ കാലത്തേക്കുള്ള ഖലീലായിട്ടുള്ള ചെറിയതായിട്ടുള്ള ചില സംഗതികളാണ്. അടിവേരുറപ്പില്ലാത്ത മരങ്ങൾ പ്രളയം വന്നാൽ പിന്നെ എന്താണ് ചെയ്യുക? വലിയ മലവെള്ളപ്പാച്ചിൽ വന്നാൽ വേരുറപ്പില്ലാത്ത മരങ്ങൾ എന്താ ചെയ്യാം? കടപുഴകി വീണ് ഒഴുകി നശിച്ചു തീരുക എന്നതല്ലാതെ. അങ്ങനെ വരുന്ന ഒരു വലിയ പ്രളയത്തിൽ, ഒരു പ്രലോഭനത്തിൽ, ഒരു മലവെള്ളപ്പാച്ചിലിൽ പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ എന്തു വേണം? അസ്ലുഹാ സാബിത്തുൻ, നല്ല അടിവേരുറപ്പ് വേണം, നല്ല ആദർശബോധം വേണം. അത് പേരുകൊണ്ട് കിട്ടൂല, ജാതി കൊണ്ട് കിട്ടൂല, സമുദായം കൊണ്ട് കിട്ടൂല, സമ്പത്ത് കൊണ്ട് കിട്ടൂല. അത് അല്ലാഹു തആലയിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രത്യേകമായ ഒരു കണക്ഷനാണ്. ഈമാൻ കൊണ്ടേ അത് കിട്ടും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എത്ര വലിയ മലവെള്ളപ്പാച്ചിലും അസ്ലുഹാ സാബിത്തുൻ, അവരുടെ അടിവേര് നല്ല ഉറപ്പോടുകൂടി അവിടെ നിൽക്കും. ആർക്കും ഉന്തിത്തള്ളിയിടാനും മറച്ചിടാനും കൂടെ കൂട്ടാനും സാധിക്കുകയില്ല. അപ്പൊ ഇങ്ങനെ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കും ആളുകൾ, വരി വരിയായി പോയിക്കൊണ്ടിരിക്കും. നമ്മൾ പ്രതീക്ഷിക്കാത്തടത്തു നിന്നൊക്കെ അങ്ങോട്ട് ആളുകൾ പോകും. പക്ഷെ അതിലൊന്നും ലാ യഗുറന്ന, നീ അതിലൊന്നും വഞ്ചിതരാകണ്ട. മതാഉൻ ഖലീൽ, അതൊക്കെ കുറച്ചു കാലത്തേക്കുള്ള വിഭവമാണ്. സുമ്മ മഅവാഹും ജഹന്നം, ഭൂമിയിൽ തീയൊരുക്കാൻ വേണ്ടി പണിയെടുത്ത ഇവരൊക്കെ പിന്നെ വലിയ തീയിലേക്ക് എടുത്തെറിയപ്പെടും. അസ്ഹാബുൽ ഉഖ്ദൂദിനെ പോലെ. ഹരീഖ് എന്നാണ് അവിടെ സൂറത്തുൽ ബുറൂജിൽ അല്ലാഹു പറഞ്ഞത്. കരിച്ചു കളയുന്നത്. നരകമെന്ന് പറഞ്ഞതിനപ്പുറം വീണ്ടും കരിച്ചു കളയുന്നത് അവർക്ക് നൽകും എന്ന് പറയുകയാണ്. അപ്പോൾ അവർക്ക് പിന്നെയുള്ളത് നരകമാണ്. വബിഇസൽ മിഹാദ്, അതെത്ര ചീത്തയാണ്, എത്ര മോശമാണ് എന്നറിയാമോ നിങ്ങൾക്ക്? എത്ര മോശപ്പെട്ട ഒരു താവളത്തിലേക്കാണ് അവർ പോകുന്നത്. അവര് പക്ഷെ അത് മനസ്സിലാക്കുന്നില്ല. അവരത് മനസ്സിലാക്കിയിട്ടും കാര്യമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ഈ ആദർശത്തിന്റെ അടിവേരുറപ്പില്ല. അവരെന്തിനാണ് അങ്ങനെ നിൽക്കുക? അങ്ങനെ അവർക്ക് നിൽക്കാൻ കഴിയില്ല. അവർ ഒലിച്ചു പോകും. ആറ്റിലൊഴുകുന്ന ചണ്ടി ചവറുകളായിട്ട് ഇങ്ങനെ പോകും. അതിൽ മുസ്ലിം സമുദായത്തിനകത്തുള്ളവരും ഉണ്ടാവും. അതിലെല്ലാ വിഭാഗ ആൾക്കാരും അതിൽപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ ഇങ്ങനെ സംഭവിച്ചോട്ടെ, അതൊക്കെ സംഭവിക്കും. ഇതൊന്നും വിശ്വാസികൾക്ക് ഒരു പുതുമയുള്ള കാര്യമല്ല. അതൊക്കെ എങ്ങനെ നടക്കും? ഫിർഔനിന്റെ കൂടെ ഉണ്ടായല്ലോ ഈ സമുദായത്തിലെ ചില കക്ഷികൾ. പക്ഷെ അള്ളാഹുവിന്റെ തന്ത്രം അതിനും അപ്പുറത്താണ്. ഒരു ഖാറൂൻ അപ്പുറത്തുണ്ടായിരിക്കെ സാക്ഷാൽ കൊട്ടാരത്തിൽ ഇമ്രാത്ത് ഫിർഔനിന്റെ ഇണയെ
ഈ മില്ലത്തിലേക്ക് ചേർത്ത് നിർത്തുകയാണ് അള്ളാഹു ചെയ്തത്. ചേർത്ത് നിർത്തുകയാണ് ചെയ്തത്. മൂസാ അലൈഹിസ്സലാമിന്റെ വിമോചന പോരാട്ടത്തിൽ വലിയ പങ്ക് വഹിക്കാൻ സാധിക്കും വിധമാണ് അവരെ അള്ളാഹു തആല മാറ്റിയത്. നിങ്ങൾ വിചാരിക്കേണ്ട ഈ ദുനിയാവിൽ നടക്കുന്ന ആലോചനകളും ഇവിടുത്തെ ഗൂഢതന്ത്രങ്ങളും ഇവിടുത്തെ ഭൗതിക വിഭവങ്ങളും ഇവിടുത്തെ കാട്ടിക്കൂട്ടലുകളും അല്ല. ഇതിനപ്പുറത്തുണ്ട് ഒരു ലോകം. ഇതിനപ്പുറത്തുണ്ട് ചിലത് കണക്കാക്കുന്നത്. അല്ലാഹു ഖൈറുൽ മാക്കിരീൻ. അള്ളാഹുവാണ് ഏറ്റവും നന്നായിട്ട് തന്ത്രം മെനയുന്നവൻ. അവൻ തന്ത്രം മെനഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവന്റെ പിടുത്തം എന്ന് പറയുന്നത് വല്ലാത്തൊരു പിടുത്തമാണ്. തീർച്ചയായിട്ടും അത് സംഭവിക്കുക തന്നെ ചെയ്യും. പക്ഷെ നമുക്ക് ചില ബോധങ്ങൾ വേണമെന്ന് മാത്രമേ ഉള്ളൂ. ആ ബോധമാണ് ഞാൻ നേരത്തെ പറഞ്ഞ വേരുറപ്പ് നമുക്ക് നൽകുക. ഇല്ലെങ്കിൽ നമ്മളും അതിൽ കടപഴകി വീഴും. ആ ഒഴുക്കിൽ നമ്മളും വീണുപോകും. നമ്മുടെ സംസാരങ്ങൾ തെറ്റിപ്പോകും. നമ്മുടെ വാക്കുകൾ, നമ്മുടെ നാവുകൾ പിഴച്ചുപോകും. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രാജ്യത്തുള്ള ആയിരക്കണക്കായ ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമല്ല ബാബരി മസ്ജിദ് പൊളിച്ചിടത്ത് ഉണ്ടാക്കിയിട്ടുള്ള ക്ഷേത്രം. ഇങ്ങനെ കുറച്ചു ദിവസം കഴിയുമ്പോൾ നമുക്ക് മറന്നുപോവാ. എന്നിട്ട് നമ്മൾ പറയാ ആളുകൾക്ക് ക്ഷേത്രത്തിൽ പോകാൻ അവസരമുണ്ടല്ലോ, അവർക്ക് വിശ്വസിക്കാൻ അവകാശമുണ്ടല്ലോ, അവരതിനെ ആദരിക്കട്ടെ, ബഹുമാനിക്കട്ടെ എന്നൊക്കെ നമ്മളും പറയാൻ. ഏതെങ്കിലും ഒരു മുസ്ലിം ഏതെങ്കിലും ഒരു കാലത്ത് ഒരു ക്ഷേത്രത്തിനെതിരെ സംസാരിച്ചിട്ടില്ല. ബാബരി മസ്ജിദിന്റെ ഷഹാദത്തിന്റെ വേളയിൽ എന്തുകൊണ്ടാണ് ഇവിടുത്തെ ക്ഷേത്രങ്ങൾ തകർക്കപ്പെടാതിരുന്നത്? അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ. അതേതെങ്കിലും ഒരു മനുഷ്യനെ കൊണ്ടോ ഒരു കൂട്ടരെ കൊണ്ടോ അല്ല, മുസ്ലിങ്ങളുടെ സ്വഭാവങ്ങളല്ല എന്നതാണ്. അങ്ങനെ ക്ഷേത്രം പൊളിക്കുന്ന ഒരു സ്വഭാവമുള്ളവരല്ല മുഅ്മിനീൻ. അതുകൊണ്ടാണ് ആ കരുത്ത് നമുക്കുണ്ട് എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ ആദരിക്കുന്നവരാണ്. നമുക്കറിയാം അവിടെ നടക്കുന്നത് തെറ്റായ ആരാധനയാണ്, ശിർക്കാണ്. അത് അവർക്ക് വിജയിക്കാൻ ഒരു നിലക്കും സാധ്യമല്ലാത്ത ഒരു കാര്യമാണ്. അതൊക്കെ നമുക്കറിയാം. പക്ഷെ എന്നാലും അള്ളാഹു നൽകിയ സ്വാതന്ത്ര്യമാണ്. അങ്ങനെ ആരാധന നടത്തുന്നവൻ നടത്തട്ടെ. അപ്പൊ അതുകൊണ്ട് ഒരു ആരാധനാലയത്തെ നമ്മൾ അനാദരിക്കുകയില്ല. അള്ളാന്റെ കൽപ്പനയാണ്. അള്ളാഹുവിനെ അല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അങ്ങനെ പ്രാർത്ഥിക്കപ്പെടുന്നവരെ നിങ്ങൾ ആക്ഷേപിക്കരുത്, ശകാരിക്കരുത്, അധിക്ഷേപിക്കരുത്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മൾ പ്രാക്ടീസ് ചെയ്ത കാര്യമാണ്. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് അത്തരത്തിലുള്ള പുണ്യമാഗ്രഹിച്ചുകൊണ്ട് ഏതോ ഒരു വിശ്വാസ സമൂഹം ചെയ്യുന്ന കേവലമായ സാധാരണയായ ഒരു ക്ഷേത്ര നിർമ്മിതിയല്ല. ക്ഷേത്രത്തിന്റെ രൂപവും പോലെ ഉണ്ടായതുകൊണ്ട് ഒരു കാര്യം ക്ഷേത്രമായി തീരൂല, പള്ളി പോലും ആവൂല. പടച്ചതമ്പുരാൻ പറഞ്ഞില്ലേ മസ്ജിദ് ഖുറാനെ കുറിച്ച്, അതിന് നിലനിൽക്കാൻ അവകാശമില്ല. അള്ളാഹ് പറഞ്ഞതാ. അത് പറയുമ്പോ പള്ളിയാണ്, പള്ളിയായിട്ട് തന്നെ ഉണ്ടാക്കിയതാണ്. അള്ളാഹു പറഞ്ഞല്ലോ മസ്ജിദ് അത് കുഴപ്പം പിടിച്ച പള്ളിയാണ്. ആളുകളെ തമ്മിൽ തെറ്റിക്കാൻ ഉണ്ടാക്കിയതാണ്. ആളുകൾക്കായി ഭിന്നിപ്പുണ്ടാക്കാൻ ഉണ്ടാക്കിയതാണ്. മുനാഫിക്കുകൾ ഉണ്ടാക്കിയ പള്ളിയെ കുറിച്ച് ഖുർആനിൽ തന്നെ പറഞ്ഞല്ലോ. പള്ളിയാണോ അമ്പലമാണോ എന്നതല്ല പ്രശ്നം, അതിന്റെ ബിൽഡിങ്ങിന്റെ രൂപമല്ല പ്രശ്നം, അത് ഏത് അടിസ്ഥാനത്തിലാണ് നിലയുറപ്പിക്കുന്നത് എന്നതാണ് പ്രശ്നം. അപ്പൊ അതുകൊണ്ട് ഇത് യഥാർത്ഥത്തിൽ ഒരു സാധാരണ ഒരു ക്ഷേത്രം എന്ന നിലയിൽ കാണേണ്ടുന്ന ഒന്നല്ല. അങ്ങനെ കയ്യേറ്റം നടത്തി മറ്റൊരു ആരാധനാലയം പൊളിച്ചു കളഞ്ഞ് അധികാരത്തിന്റെ മാത്രം പിൻബലത്തോടെ ഒരു കെട്ടിടമുണ്ടാക്കിയാൽ അവിടെ ദൈവിക ചൈതന്യമുണ്ടാകുമെന്ന് ഹൈന്ദവരായ ആളുകൾ പോലും വിശ്വസിക്കുന്നില്ല. അപ്പൊ ഒന്നാമതായി നമ്മൾ തിരുത്തേണ്ടുന്ന കാര്യം അതാണ്. രണ്ടാമത്തേത് നമ്മുടെ പ്രതികരണമാണ്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ, നമ്മളിപ്പോ എന്തിനായാലും പോണത്? ഇത് റൂഹില്ലാതെ പോയ ഒരു പ്രതികരണമാണ്.
അങ്ങനെ പറയാൻ തുടങ്ങുന്ന അന്ന് മുതൽ നമ്മൾ മൗത്തായി എന്നാണ് അതിന്റെ അർത്ഥം. മയ്യത്തായിപ്പോയി. ജീവനുള്ളവർ അങ്ങനെയല്ല, അവർ പ്രതികരിക്കും. മരിച്ച ആൾക്കാർ പിന്നെ പ്രതികരിക്കൂല, ജീവനുള്ളവർ പ്രതികരിക്കും. കാരണം ആ പ്രതികരണം ആണ് നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവ്. നമ്മൾ ചരിത്രം പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതിനാണ് ഖുർആൻ ചരിത്രം പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചത്. നമ്മൾ ചരിത്രം പറഞ്ഞില്ല എങ്കിൽ ചരിത്രത്തിൽ നിന്ന് ഹക്ക് ഇല്ലാതായി പോകും. അതുകൊണ്ടാണ് ഖുർആൻ ചരിത്രം പറഞ്ഞത്. പലതരത്തിലും വികൃതമാക്കാൻ ശ്രമിച്ചു ചരിത്രത്തെ, ഖുർആൻ അത് തിരുത്തി ഹക്കായ ചരിത്രം പറഞ്ഞു കൊടുത്തു. ഇതുപോലെ ഹക്കായ ചരിത്രം പറയാൻ നമുക്ക് കഴിയണം. യഥാർത്ഥത്തില് ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ മുൻപന്തിയിൽ നിന്ന ഒരു പ്രദേശത്ത് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന ബ്രിട്ടീഷുകാരന്റെ കുതന്ത്രം, ഭിന്നിപ്പിച്ചു ഭരിക്കൽ നയം, അതിന്റെ ഭാഗമായി ബ്രിട്ടീഷുകാരുണ്ടാക്കിയ കഥയാണ് അവിടെ ക്ഷേത്രമുണ്ടായിരുന്നു എന്ന കഥ. ഇതേ ബ്രിട്ടീഷുകാരനാണ് അപ്പുറത്തും കഥ ഉണ്ടാക്കിയത്. അങ്ങനെയാണ് അവര് മസ്ജിദുൽ അക്സയ്ക്ക് മേൽ സോളമൻ ടെമ്പിൾ ഉണ്ടാക്കിയത്. അവിടെ ഇസ്രായേൽ എന്ന കളയാട്ടം സ്ഥാപിക്കാൻ ഒത്താശ ചെയ്തത്. അതേ കൂട്ടർ തന്നെയാണ് ഇവിടെ എല്ലാ കാലത്തേക്കും വേണ്ടി ഒരു പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ട് ഈ മസ്ജിദിന്റെ പിന്നിൽ ഇല്ലാത്ത ഒരു കള്ളം പറഞ്ഞ് പ്രചരിപ്പിച്ചത്. ഈ രാജ്യത്ത് നിന്ന് ബ്രിട്ടീഷുകാരെ ആട്ടിപ്പായിക്കാൻ, ഒറ്റക്കെട്ടായി നിന്നവർക്കിടയിൽ വിള്ളലുണ്ടാക്കാൻ ഇവർ ചെയ്തതാണ് ഈ പണി എന്ന് സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ നന്നായി ചിന്തിച്ചവരൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ ചരിത്രം നമുക്ക് പറയാൻ കഴിയണം. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രതികരണം ഇസ്ലാമികമായിരിക്കണം. നമ്മുടെ പ്രതികരണം ഖുർആനിന്റെയും സുന്നത്തിന്റെയും പിൻബലമുള്ളതായിരിക്കണം. വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റുകളുടെ പ്രവർത്തനങ്ങൾക്ക് സഹായകമാകുന്ന വിധത്തിൽ ഉള്ള പ്രതികരണങ്ങൾ നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ല. അതേസമയത്ത് നമ്മൾ പ്രതികരിക്കണം. പള്ളി പൊളിച്ച ആളുകളെ സംബന്ധിച്ച് അവർക്ക് സർവനാശമാണ് സംഭവിക്കാനുള്ളത്. അതിനൊത്താശ ചെയ്തവർ ഈ രാജ്യത്ത് പിന്നെ എന്താണ് ആയത് എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നരസിംഹറാവുവിന്റെ പിൻഗാമികളും നരസിംഹറാവുവിന്റെ ആ ഒരു ഇടപെടൽ കൊണ്ട് അവരെന്താണ് ആയിത്തീർന്നത് എന്ന് നമുക്കറിയാം. മറ്റൊന്നുമല്ല കാരണം, അള്ളാഹുവിന്റെ ഭവനത്തിൽ നിന്ന് തടഞ്ഞവനേക്കാൾ വലിയ അക്രമി മറ്റാരാണുള്ളത്? അതുകൊണ്ട് അത് അതിന്റെ വിധി പോലെ നടക്കും. പക്ഷെ ഇതേ സൂറത്തിൽ വേറൊരായത്തിൽ എന്ന് പറഞ്ഞ അതേ ശൈലിയിൽ അള്ളാഹു പറയുന്നു, ഷഹാദത്ത് മറച്ചു വെച്ചതിനേക്കാൾ വലിയ അക്രമി വേറെ ആരാണുള്ളത് എന്ന് പറഞ്ഞാൽ, നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്ന ഷഹാദത്ത് ഉണ്ടല്ലോ, നമ്മുടെ ദീനാണത്, നമ്മുടെ ഇസ്ലാമാണത്, നമ്മുടെ ആദർശമാണത്. പള്ളി പൊളിച്ചവനേക്കാൾ വലിയ അക്രമി ആരുണ്ട് എന്ന് ചോദിച്ച അതേ ശൈലിയിലാണല്ലോ ചോദിച്ചത്. ഈ ഷഹാദത്തിനെ മറച്ചു വെച്ചവനേക്കാൾ വലിയ അക്രമി വേറെ ആരാണുള്ളത്? അതുകൊണ്ട് നാം നമ്മുടെ ദീനിനെ മറച്ചു വെക്കരുത്. നാം നമ്മുടെ ദീനിനെ പഠിക്കണം, അതിനെ പ്രാക്ടീസ് ചെയ്യണം. നമ്മുടെ ആദർശവും നമ്മുടെ വ്യക്തിത്വവും നമ്മൾ പ്രകടിപ്പിക്കണം. നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ മറ്റുള്ളവർക്ക് നൽകണം. എല്ലാ പ്രതിസന്ധികളെയും സാധ്യതകളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിന്റെ ദീനീ മാർഗത്തിൽ മുന്നോട്ടു പോകുമ്പോൾ ഉണ്ടായേക്കാൻ സാധ്യതയുള്ള എല്ലാ പ്രതിസന്ധികളെയും സന്തോഷം സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തം നേടിയെടുക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ ഷഹാദത്ത് മറച്ചു വെക്കേണ്ട കാര്യമില്ല. ഞാൻ മുസ്ലിമാണ് എന്നത് അപകർഷബോധത്തോടെ പറയേണ്ട കാര്യമില്ല. ഈ രാജ്യം നിർമ്മിച്ച ഒരു സമുദായത്തിന്റെ ആളുകളാണ് നമ്മൾ. ഈ രാജ്യം ഭരിച്ചിരുന്ന മുസ്ലിം രാജാക്കന്മാർ ഇസ്ലാമികമായി പൂർണ്ണതയുള്ളവരായിരുന്നില്ല. എന്നിട്ട് പോലും നൂറ്റാണ്ടുകളുടെ അവരുടെ ഭരണത്തിന് ശേഷവും ഈ രാജ്യത്ത് പ്രതിമകളും ക്ഷേത്രങ്ങളും അമ്പലങ്ങളും എല്ലാം നിലനിന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് വലിയ അഭിമാനബോധം നൽകുന്ന, സന്തോഷം നൽകുന്ന കാര്യമാണ്. നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കണം.
നമ്മൾ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ഈ നാട് ഭരിച്ച് നൂറ്റാണ്ടുകളോളം നാട് ഭരിച്ചിരുന്ന രാജാക്കന്മാരെങ്ങാനും അള്ളാഹുവിന്റെ ദീനിനെ ഈ രാജ്യനിവാസികൾക്ക് യഥാവിധി പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അതിനെക്കുറിച്ച്. അതേതായാലും കഴിഞ്ഞുപോയി. എന്നാൽ ഇന്ന് നമ്മുടെ കയ്യിലാണ്. പരസ്പരം ശൈഥില്യങ്ങളിലേക്ക് പോകാതെ, മുപ്പിളന്ന തർക്കത്തിൽപ്പെട്ടുകൊണ്ട് സ്വയം നശിച്ചു പോകാതെ, സംഘടനാ ഗ്രൂപ്പിസം കൊണ്ട്, പക്ഷപാതിത്വങ്ങൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപ ശകാരങ്ങൾ ചൊരിയാ ഈ ദീനിലുള്ളവരെ തന്നെ പിടിച്ചു പുറത്താക്കാൻ മെനക്കെടാതെ ഈ ദീനിന്റെ ശരിയായ ദിശ എന്ത് എന്ന് പ്രബോധനം ചെയ്തുകൊണ്ട് വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുകയും ശാഖാപരമായ മദ്ഹബുപരമായ അഭിപ്രായ വ്യത്യാസങ്ങളെ സഹിഷ്ണുതയോടെ സ്വീകരിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ ദീനിന്റെ സാക്ഷ്യം നിർവഹിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.